നമസ്കാരം. ഇന്നത്തെ ഈ വിജയവേദി പ്രോഗ്രാമിലേക്ക് കേരള വിഷൻ പ്രേക്ഷകർ ഏവരെയും സ്വാഗതം ചെയ്യുന്നു. ഇന്ന് ഈ എപ്പിസോഡ് വളരെ വ്യത്യസ്തമായ ഒരു എപ്പിസോഡാണ്. ബിക്കോസ് ഇന്ന് നമ്മൾ മീറ്റ് ചെയ്യാൻ പോകുന്ന അതിഥി വ്യത്യസ്തമായിട്ട് ഒരു ചിന്തിക്കുന്ന ഒരു വ്യക്തിയാണ്. വ്യത്യസ്തം എന്ന് പറയുമ്പോൾ നമുക്ക് വ്യത്യസ്തമാണ്, പക്ഷെ അദ്ദേഹം ഈ ജീവിതത്തിന് അല്ലെങ്കിൽ ഈ ലോകത്ത് എങ്ങനെയാണ് ജീവിക്കേണ്ടത് എന്നുള്ള മാതൃകയാണ് അദ്ദേഹം ആംബ്രോസ് കൂലിയത്താണ്. ഇന്ന് നമ്മുടെ ഈ വിജയവേദി എപ്പിസോഡിലേക്ക് അദ്ദേഹത്തിനെ നമുക്ക് സ്വാഗതം ചെയ്യാം. നമസ്കാരം സർ. നമസ്കാരം. ഒരു 10 മിനിറ്റ് ഇൻട്രൊഡക്ഷൻ പോരാ ശരിക്കും. നിങ്ങൾക്ക് പറയുകയാണെങ്കിൽ അരമണിക്കൂർ എപ്പിസോഡാണെങ്കിൽ എനിക്ക് എൻ്റെ അടുത്ത് തരുവാണെങ്കിൽ അരമണിക്കൂർ മൊത്തം ഞാൻ ഇൻട്രൊഡക്ഷൻ കൊടുക്കുമായിരുന്നു. ബിക്കോസ് ഇന്ന് ജീവിതത്തിൽ ഞാൻ ഇൻട്രൊഡക്ഷനിൽ പറഞ്ഞ വരി മറ്റുള്ളവർക്ക് സാർ ഒരു വ്യത്യസ്തമായിട്ട് ജീവിക്കുന്ന ഒരു വ്യക്തിയാണ്. പക്ഷേ സാറിൻ്റെ കാഴ്ചപ്പാടിൽ സാർ ജീവിക്കുന്ന രീതി അല്ലെങ്കിൽ സാറിൻ്റെ ശൈലികൾ തീർച്ചയായിട്ടും ഈ ലോകത്ത് ഏറ്റവും ആവശ്യമുള്ള ഒരു കാര്യമായിട്ടാണ് ഞാൻ കരുതുന്നത്. അപ്പോൾ എന്തായാലും ഈ ഒരു വ്യത്യസ്തമായ ഒരു മനുഷ്യൻ്റെ ഉള്ളിൽ നമുക്ക് ചെറുപ്പം മുതൽ പൊക്കിയെടുക്കാം. അപ്പോൾ ജനിച്ച് വളർന്ന സ്ഥലം ഏതാണ്? ഞാൻ ജനിച്ചത് ഇവിടെ തന്നെയാണ്, മാലിപ്പുറം എന്നാണ് ഈ സ്ഥലത്തിൻ്റെ പേര്. വൈപ്പിനിൽ ഏറ്റവും ജനസാന്ദ്രതയുള്ള ഒരു പ്രദേശം എന്നുള്ള നിലയിൽ മാലിപ്പുറം അല്ലെങ്കിൽ വൈപ്പിൻ കര, വൈപ്പിൻ ദ്വീപ് ഞങ്ങൾക്കെന്നും അഭിമാനം തരുന്ന, ഞങ്ങളെയൊക്കെ ഈ വ്യക്തിത്വത്തിന് ഉടമയാക്കുന്ന ഒരുപാട് സാഹചര്യങ്ങൾ സൃഷ്ടിച്ചിട്ടുള്ള ഒരു പ്രദേശമാണ് വൈപ്പിൻ. ലോകത്തെവിടെയും അറിയുന്ന മദ്യദുരന്തത്തിൻ്റെ കൈപ്പേറിയ അനുഭവങ്ങളെ മാത്രം അറിയുന്നവർക്ക് വൈപ്പിൻ്റെ സമരങ്ങളെ, ജനകീയ സമരങ്ങളെ, വൈപ്പിൻ്റെ സംസ്കാരത്തെ ഒന്നും അത്രത്തോളം പുറത്തേക്ക് അറിഞ്ഞിട്ടില്ല. നമുക്ക് ഒരുപാട് നല്ല ആളുകൾ, ഒരുപാട് സന്ദേശം തരുന്ന ഒരുപാട് മനുഷ്യർ കടന്നു പോയിട്ടുള്ള മണ്ണാണ് ഞങ്ങളുടെ വൈപ്പിൻ. അവിടെ ജനിക്കാൻ ഭാഗ്യമുണ്ടായി എന്ന് പറയുന്നതിൽ തന്നെ എനിക്ക് വളരെയധികം, കാരണം ഒരുപാട് അനുഭവങ്ങൾ തന്നിട്ടുള്ള, ഒരുപാട് ജനകീയ കൂട്ടായ്മകൾ ഉണ്ടായിട്ടുള്ള ഒരു പ്രദേശമാണ് വൈപ്പിൻ. തീർച്ചയായിട്ടും സാർ ജനിച്ചതിൽ അഭിമാനം തോന്നുന്നു. ഇന്ന് ഞങ്ങൾക്ക് സാറിന് ഇന്റർവ്യൂ കിട്ടുന്നതിൽ ഞങ്ങൾക്ക് അഭിമാനം തോന്നുന്നു. എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇങ്ങനത്തെ ഒരു പ്രകൃതി ഭംഗിയിൽ മുമ്പിൽ ഇത്ര വലിയ ബാക്ക് വാട്ടർ അല്ലെങ്കിൽ ഒരു പുഴയും കണ്ടുകൊണ്ട് വളരെ സന്തോഷം തോന്നുന്നു ഇന്റർവ്യൂ എടുക്കുമ്പോൾ തന്നെ. ഇതിൻ്റെ അകത്ത് കയറി ചെല്ലുമ്പോൾ പണ്ടെപ്പോഴോ മറന്ന ഒരു തറവാട്ട് വീട്, അതിൻ്റെ ഒരു ഭംഗി, അതിൻ്റെ ഒരു സുഖം, തീർച്ചയായിട്ടും അത് ഒന്ന് എത്ര തന്നെ പറഞ്ഞാലും അത് മതിയാവുന്നില്ല എനിക്ക്. പിന്നെ സാറ് ജനിച്ചു വളർന്ന ഈ സ്ഥലത്ത് തന്നെയാണ് ഇപ്പോഴും ജീവിക്കുന്നത് അല്ലേ? തീർച്ചയായിട്ടും. അതിൻ്റെ ഒരു ഇപ്പൊ ഇന്നത്തെ ലോകം എന്ന് പറയുന്നത് ഈ ഫാസ്റ്റ് മൂവിങ് വേൾഡാണ്. നമ്മൾ
ഓടിയെത്തുന്നത് നമുക്ക് ആവശ്യമുള്ള ഫെസിലിറ്റീസും നമുക്ക് ആവശ്യമുള്ള കാര്യങ്ങളായിട്ട് ഒരു ഫ്രിഡ്ജായാലും ഗ്രൈൻഡറായാലും ഒരു കാറായാലും എല്ലാം നഗരത്തിനോട് ചേർന്ന് ഒരു അതിനെ ചേർന്നുള്ള ഒരു ജീവിതമാണ് ഇന്ന് എല്ലാവരും സാർ എങ്ങനെയാണ് ഇത്രയും ഈ പണ്ടുണ്ടായിരുന്ന അതേ ഇത് ഭംഗി കാത്ത് സൂക്ഷിച്ചുകൊണ്ട് ജീവിക്കുന്നത്? എങ്ങനെ സാധിച്ചു ഇത്? ഞാനിപ്പോൾ അത് നമ്മളുടെ ഓരോരുത്തരുടെയും കാഴ്ചപ്പാടുകളാണ്. നമ്മൾക്ക് എന്ത് വേണമെന്നാണ് നമ്മൾ തീരുമാനിക്കേണ്ടത്. പലപ്പോഴും നമ്മൾക്ക് പറ്റാത്തൊരു കാര്യം നമ്മളുടെ ഉള്ളിൽ നമ്മളുടെ തീരുമാനങ്ങളില്ല എന്നതുകൊണ്ടാണ് നമ്മൾക്ക് പലപ്പോഴും സമൂഹത്തിൻ്റെ പൊതുവായ വേഗതയ്ക്കനുസരിച്ച് നമ്മൾ സഞ്ചരിച്ചു പോകുന്നത്. അപ്പോൾ യഥാർത്ഥത്തിൽ എനിക്കെന്ത് വേണമെന്ന് തീരുമാനിക്കുന്നിടത്താണ് ഒരു വ്യക്തിയുടെ ജീവിതത്തിൻ്റെ ശൈലിയും അവരുടെ കാഴ്ചപ്പാടും ഒക്കെ ഡെവലപ്പ് ചെയ്യുന്നത്. എനിക്കിത് മതിയെന്ന് തീരുമാനിക്കുന്നിടത്താണ് എൻ്റെ നിയന്ത്രണങ്ങൾ എന്നിൽ അടിസ്ഥാനപരമായിട്ട് എൻ്റെ നിയന്ത്രണം എന്നിൽ ഉടലെടുക്കുമ്പോഴാണ് ഞാൻ ഇഷ്ടപ്പെടുന്ന രീതിയിൽ അല്ലെങ്കിൽ ഇഷ്ടപ്പെടുന്ന അന്തരീക്ഷത്തിൽ ജീവിക്കാനായിട്ട് ഞാൻ തയ്യാറാകുന്നത്. സമൂഹത്തിൽ ഒരുപാട് കോലാഹലങ്ങളും നല്ലതും ചീത്തയായിട്ടുള്ള ഒരുപാട് സംവിധാനങ്ങൾ നമ്മളുടെ മുന്നിലൂടെ കടന്നു പോകുന്നുണ്ട്. അതെല്ലാം കോപ്പി ചെയ്യപ്പെടുക എന്ന് പറയുന്ന ഒരു അവസ്ഥയിലേക്കാണ് പൊതുവെ നമ്മളുടെ ഈ സമൂഹം പോകുന്നത്. ഇന്നത്തെ നിലവിൽ ജീവിക്കുന്ന സുഖഭോഗങ്ങളിൽ അഭിരമിക്കാൻ ഇഷ്ടമുണ്ട് എന്നൊരു വശത്ത് നമ്മൾ പറയുകയും ആദർശപരമായ പല കാര്യങ്ങൾ സംസാരിക്കുകയും ചെയ്യും നമ്മൾ. പക്ഷെ ആ ആദർശത്തോട് നമുക്ക് നീതി പുലർത്താൻ പറ്റാതെയും വരും. അപ്പം അതുകൊണ്ട് തീർച്ചയായിട്ടും നമ്മൾ ഓരോരുത്തർക്കും ഓരോ ജീവിതത്തെപ്പറ്റി ഒരിക്കൽ മാത്രം സ്വപ്നം കാണാവുന്ന ഒരിടം മാത്രം നമുക്ക് ഭൂമി. നമ്മൾ തുടങ്ങിയത് പറഞ്ഞതുപോലെയാണ്, സമ്പത്താണ് എല്ലാവരുടെയും അടിസ്ഥാന പ്രശ്നം ഇപ്പോഴത്തെ. അപ്പം അടിസ്ഥാനപരമായിട്ട് ഞാൻ ഇങ്ങനത്തെ ഒരു സൗകര്യങ്ങളിലേക്ക് വന്നത് ഈ അടുത്താണ്. എനിക്ക് വളരെ ഒരു ചെറിയൊരു വീടായിരുന്നു ഇവിടെ. നമ്മൾ രണ്ടാമത് ഞാൻ വെച്ച വീടാണിത്. ഈ പൊതുവെ നമ്മളെ ലൈഫ് തുടങ്ങുമ്പോഴും, അതായത് വിവാഹ ജീവിതം തുടങ്ങുമ്പോഴൊക്കെ ആളുകൾ കരുതുക നീ എങ്ങനെയാണ് ഇതിൻ്റെ തുടർന്നുള്ള കാര്യങ്ങളിലൊക്കെ ഇങ്ങനെയുള്ള ഇത്തരം കാര്യങ്ങൾ പറഞ്ഞു നടന്നു കഴിഞ്ഞാൽ വിവാഹം ചെയ്യാനായിട്ട് പെണ്ണ് കിട്ടുമെന്നൊക്കെ ചോദിച്ചു. സ്വാഭാവികമായിട്ട് ഞാൻ ഇഷ്ടപ്പെടുന്ന രീതിയിൽ എന്നെ ഇഷ്ടപ്പെടുന്ന ഒരാളെ എനിക്കിപ്പോൾ ജീവിത പങ്കാളിയായിട്ട് കിട്ടണം എന്നുള്ള ഡിമാൻഡുള്ള എനിക്ക്. അല്ലാതെ എനിക്ക് ഒരുപാട് വാഗ്ദാനങ്ങൾ ഈ സമൂഹത്തിൽ കൊടുത്തുകൊണ്ട് ഒരാളെയൊന്നും ക്ഷണിക്കാനൊന്നും പറ്റുന്നില്ല. അപ്പം ഞാൻ പറഞ്ഞ പൊതുവെ ഈ വിമർശനം എന്നുള്ള അവസ്ഥയിൽ ഒരുപാട് വന്നിട്ടുണ്ട്. ഇപ്പോൾ നിലവിലുള്ള സംവിധാനം, ഇപ്പോൾ ഓർഗാനിക് എന്ന് പറയുന്ന ഒരു കൺസെപ്റ്റിൽ ഞങ്ങൾ ജീവിക്കുമ്പോൾ അല്ലെങ്കിൽ അങ്ങനത്തെ ഒരു ബിസിനസ് ഡെവലപ്പ് ചെയ്യുമ്പോൾ വളരെ ഓപ്പണായിട്ട് വിമർശിച്ചിട്ടുള്ള ആളുകളുണ്ട്. നിങ്ങൾക്ക് ഭ്രാന്താണ് എന്നുള്ളത് പറഞ്ഞിട്ടുണ്ട്. കാരണം നിങ്ങൾ ഈ അവസ്ഥയിൽ നിങ്ങൾക്ക് ഈ ബിസിനസ് ചെയ്തുകൊണ്ട് ഇതിനെ വിജയിപ്പിക്കാൻ പറ്റില്ല എന്ന് പറയുന്നുണ്ട്. തീർച്ചയായിട്ടും ഞങ്ങൾ ഈ പറയുന്നത് ഞങ്ങൾക്കിപ്പോൾ ഇങ്ങനത്തെ ഒരു റെസ്റ്റോറൻറ്റിലേക്കാണ് നമ്മൾ വരുന്നത്. റെസ്റ്റോറൻറ്റ് ബിസിനസ് എന്ന് പറയുന്നത് സീഡ് ടു ടേബിൾ ഓർഗാനിക് എന്ന് പറയുന്ന ഒരു കൺസെപ്റ്റിലേക്കാണ് കൊണ്ടുവരുന്നത്. വിത്ത് മുതൽ ഞങ്ങളതൊരു ഭക്ഷണത്തിലേക്ക് എത്തിക്കുന്ന ഒരാശയമാണത്.